നിരീശ്വരവാദിയായിരുന്ന മുരാരി ബാബുവിന് ക്യാൻസർ രോഗം വന്നപ്പോൾ മുരാരി തിരിച്ചറിഞ്ഞു ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ മിത്തല്ല, ഉഗ്ര ശക്തിയുള്ളതാണെന്ന്. അതോടെ മുരാരി പറഞ്ഞു, എനിക്ക് അയ്യപ്പൻ തന്ന ശിക്ഷയാണെന്ന്. ഇന്നലെയാണ് മുരാരി ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചത്. നിലവിൽ ആ ഭയത്തിലാണ് കെ പത്മകുമാറും. ജയിൽ ശിക്ഷ അനുഭവിച്ചുവെങ്കിലും പിണറായി സർക്കാരിന്റെ ഒത്താശയോടെ കുറ്റപത്രം സമർപ്പിക്കാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പത്മകുമാറിന് ജാമ്യം ലഭിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തു. എന്നാൽ ഇപ്പോൾ അയ്യപ്പന്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണ്, അയ്യപ്പനെ പേടിച്ചു തുടങ്ങിയിരിക്കുകയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് കെ പത്മകുമാർ. ഏത് സമയവും എനിക്ക് ഒരു കടുത്ത ശിക്ഷ എനിക്ക് അയ്യപ്പൻ നൽകുമെന്ന ഒരു വിശ്വാസത്തിലാണ് പത്മകുമാർ ഇപ്പോൾ ജീവിക്കുന്നത്. നിലവിൽ പത്മകുമാറിന്റെ തുറന്നു പറച്ചിൽ CPM-നെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിലവിൽ ദേവസ്വം രേഖകളിൽ ചെമ്പെന്ന് എഴുതിയത് മറ്റാരോ ആണെന്നും നിലവിൽ അതിനുശേഷം തന്നെ രേഖകളിൽ തന്നെ ഒപ്പിടാൻ നിർബന്ധിക്കുകയാണ് ഉണ്ടായതെന്നും പത്മകുമാർ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണെന്ന്. ഇത് പറഞ്ഞിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളോട് മാത്രമാണ് പത്മകുമാർ ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ശബരിമല യുവതി പ്രവേശന ദിവസം തന്നെയും ADGP ശ്രീജിത്തിനെയും ബോധപൂർവം മാറ്റി നിർത്തിയത് സർക്കാരാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതിയുമായ A പത്മകുമാർ പറയുന്നത്. തന്റെ വീട്ടിലെ യുവതികൾ ആരും ശബരിമല ദർശനത്തിന് പോകില്ലെന്ന് പ്രക്ഷോഭ സമയത്ത് പത്മകുമാർ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ അകറ്റിയത്. കൂടാതെ മണ്ഡലകാല സമയത്ത് കോർഡിനേറ്റർ ആയിരുന്ന IGS ശ്രീജിത്തിനോട് എത്രയും വേഗം പോലീസ് ആസ്ഥാനത്ത്, അതായത് തിരുവനന്തപുരത്തേക്ക് എത്താൻ സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു. 2019 ജനുവരി 1 മകരവിളക്ക് തീർത്ഥാടനം നടക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം പത്മകുമാർ സന്നിധാനത്തേക്ക് അയ്യപ്പൻ റോഡിലൂടെ പോകുമ്പോഴാണ് അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ ഭരണ നേതൃത്വത്തിലുള്ള ഓഫീസിലെ ഒരു ഉന്നതൻ ഫോണിൽ ബന്ധപ്പെട്ടത്. സന്നിധാനത്തേക്കുള്ള യാത്ര പകുതി ദൂരം പിന്നിട്ടപ്പോഴായിരുന്നു ആ ഫോൺ വിളി. തിരുവനന്തപുരത്തെത്തി പാർട്ടിയിലും ഭരണത്തിലും ഒരേപോലെ സ്വാധീനമുള്ള പ്രധാനപ്പെട്ട ഒരാളിനെ കാണണമെന്നായിരുന്നു നിർദ്ദേശം. യാത്ര അവസാനിപ്പിച്ച് പത്മകുമാർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. രാത്രി 1 മണിയോടെ തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹം ഉന്നതന്റെ വീടിന് മുന്നിൽ ചെന്നെങ്കിലും ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. ഇപ്പോൾ പറ്റില്ല എന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ച ആളിനെ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല. രാവിലെ 5:30 ഉന്നതൻ നടക്കാനിറങ്ങുമ്പോൾ കാണണമെന്ന് പോലീസ് അറിയിച്ചു. പത്മകുമാർ തിരുവനന്തപുരത്തുള്ള തന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് രാവിലെ 5 ഇദ്ദേഹത്തെ വീണ്ടും കാണാനായി ഇറങ്ങുന്നതിന് മുമ്പ് TV വെച്ച് നോക്കുമ്പോഴാണ് സന്നിധാനത്ത് ബിന്ദു അമ്മിണിയും കനകദുർഗ എന്നിവർ ദർശനം നടത്തിയതെന്ന വാർത്ത കാണുന്നത്. ഉടൻ തന്നെ പത്മകുമാർ ഉന്നതനെ കണ്ടു. തന്നോട് ഈ ചതി വേണ്ടായിരുന്നുവെന്ന് പറഞ്ഞതായാണ് വിവരം. കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് മടങ്ങിയ അദ്ദേഹം നാട്ടിൽ വളരെ അടുപ്പമുള്ള ഒരാളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള കത്തുമായാണ് അടുപ്പമുള്ള ആളെ കാണാൻ ചെന്നത്. പക്ഷേ രാജിവെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഭരണ നേതൃത്വവുമായി അകൽച്ചയിലായ പത്മകുമാറിനെ പാർട്ടിയും ഘട്ടം ഘട്ടമായി ഒതുക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഇനിയിപ്പോൾ പത്മകുമാർ ഒരു പുസ്തകം, സ്വന്തമായി ഒരു ആത്മകഥ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ ശബരിമലയിൽ നടന്ന ഓരോ സംഭവങ്ങളും പുറത്തേക്ക് വരുമ്പോൾ പിണറായി വിജയന് നേരെയും അതോടൊപ്പം തന്നെ അന്ന് ആ CPM സർക്കാരിന് നേരെ, CPM-ന് നേരെ കടുത്ത രീതിയിലുള്ള ഒരു ജനരോക്ഷം ആളിക്കത്തും അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ പത്മകുമാർ എണ്ണി പറയും. നാളെ ഒരു CPM-ന്റെ യോഗം ചേരുന്നുണ്ട്. അതിൽ പത്മകുമാറിനെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നു. അതോടുകൂടി പത്മകുമാറിനെ വെറുമൊരു ഇന്ത്യൻ പൗരൻ, ഒരു പാർട്ടിയിലും അംഗത്വമില്ലാത്ത ഒരു വ്യക്തി, ഒരു സാധാരണക്കാരൻ മാത്രമായി നിൽക്കുമ്പോൾ പത്മകുമാറിനെ G സുധാകരൻ ആഞ്ഞടിക്കുന്നത് പോലെ പത്മകുമാർ ആത്മകഥയിലൂടെ ആഞ്ഞടിക്കുകയാണ്. ശബരിമലയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടായി, ആരൊക്കെ തട്ടിപ്പുകൾ നടത്തി, ആരൊക്കെ ഈ ശബരിമലയെ തകർക്കാനായിട്ട് കൂട്ടുനിന്നു എന്നടക്കമുള്ള എല്ലാം ഒരു തുറന്നു പറച്ചിലേക്ക്, ഒരു കുറ്റം എല്ലാം തുറന്നു പറയുന്ന ഒരു രീതിയിലേക്ക്, ഒരു പ്രായശ്ചിത്തം എന്നോണം പത്മകുമാർ ആ ആത്മകഥയെ കാണാൻ പോവുകയാണ്.